പ്രത്യേകിച്ച് ഒരു ജാതിയെയോ മതത്തെയോ ഒന്നും കളിയാക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല പറയുന്നത്. എന്നാലും പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നതാണ്. എൻ്റെ ഈ ഒരു അവസ്ഥയൊന്ന് എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. ആരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ നിരന്തരം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അനാവശ്യങ്ങൾ മാത്രം പറയുന്ന ഒരാളെ എത്ര വിചാരിച്ചാലും അയാളെ ന്യായീകരിക്കാൻ പറ്റുന്നില്ല. കാരണം മാക്സിമം അയാളിടുന്ന വീഡിയോകളൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. ആ ഒരു പുള്ളിക്കാരന് മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ കൃമികടി. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കാക്ക ഒരുപാട് കിടന്ന് കരഞ്ഞ് നമ്മളെ ശല്യപ്പെടുത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കാക്കയെ കല്ലെടുത്ത് എറിഞ്ഞ് ഓട്ടിക്കും. അത് തന്നെയല്ലേ ചെയ്യുന്നത്? നിങ്ങളെല്ലാവരും അങ്ങനെയായിരിക്കും. കൂടുതൽ നമ്മളെ അടുത്ത് വന്നിട്ട് ഈ കാക്ക കിടന്ന് കാ 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 എന്ന് പറഞ്ഞ് കരഞ്ഞാൽ അസ്വസ്ഥതയുണ്ടാവും. അപ്പോൾ അത് ആരായാലും കല്ലെറിഞ്ഞ് ഓട്ടിക്കും. അത് തന്നെയാണ് ഞാനും ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഈ പുള്ളിക്കാരൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ എന്നിട്ട് ഞാൻ കരുതി കുറച്ചൊക്കെ ഞാൻ എല്ലാത്തിനും ഒരു മര്യാദയില്ലേ? എല്ലാത്തിനും ഒരു പരിധിയില്ലേ? ഇങ്ങേരെന്തിനാണ് എൻ്റെ ചാനലിൽ കിടന്ന് ഇങ്ങനെ കിടന്ന് കരയുന്നത്? ഈ കാക്കയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇയാൾക്ക് വേറെ മറ്റുള്ളവരുടെ ചാനലിൽ കയറി ഇയാളുടെ സങ്കടം ബോധിപ്പിച്ചാൽ പോരെ? ഇയാൾക്ക് എന്താ കൂടെ കിടക്കാൻ പെണ്ണുപിള്ളയല്ലേ? ഇയാൾ എൻ്റെ ചാനലിൽ കയറിയിട്ട് ഓരോരോ പോക്കൃത്തരങ്ങളൊക്കെ പറയാനായിട്ട് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. എടോ മനുഷ്യ, തൻ്റെ തലയ്ക്കകത്തോട്ടൊന്നും കയറുന്നില്ലെങ്കിൽ പറയാം. ഇതൊരു റിയാക്ഷൻ ചാനലാണ്, റിയാക്ഷൻ വീഡിയോ ചാനൽ. ഇതിനകത്ത് പലതരത്തിലുള്ള റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങളും എടുത്തിട്ട് ഞങ്ങൾ റിയാക്ട് ചെയ്യും. അത് താൻ ആരുടെയെങ്കിലും ഒക്കെ റിയാക്ഷൻ വീഡിയോ ചാനലിൽ കയറി ഒന്ന് നോക്ക്. അപ്പോൾ തനിക്ക് മനസ്സിലാവും. എല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇടുന്നത്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളോ മതപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ലോകത്തിൽ നടക്കുന്ന മറ്റുള്ള കൊലയും ചതിയും കവർച്ചയൊന്നും അല്ല കൂടുതലായിട്ടും ഇതിനകത്തൊക്കെ ഇടുന്നത്. ഇതുപോലൊക്കെയുള്ള വീഡിയോകളും ഉൾപ്പെടുത്താറുണ്ട് നമ്മൾ. എല്ലാത്തരം വീഡിയോകളും ഉൾപ്പെടുത്താറുണ്ടല്ലോ. ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ സംഘി എന്ന് പറഞ്ഞ് വന്ന് തെറി വിളിക്കും. ഇസ്ലാമിക ദൈവത്തിൻ്റേത് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴും വന്നിട്ട് പറയും, നീ എന്തിനാ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? അതിനൊക്കെ ഞങ്ങൾക്ക് ആളുകളുണ്ടെന്ന് പറഞ്ഞ് വന്ന് കിടന്ന് കൊലവിളി വിളിക്കും. സത്യം പറഞ്ഞാലോ ഉണ്ടല്ലോ, ഈ മനുഷ്യൻ്റെ കാര്യം വലിയ ശല്യമായിട്ട് വന്നിരിക്കുകയാണ്. അത് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടാനായിട്ട് കാര്യം. ഞാൻ ഇന്ന് ഈ പറയുന്ന മനുഷ്യൻ അയച്ച ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് മനുഷ്യരെ കാണാനും കേൾക്കാനും ഒന്നിനും കൊള്ളാത്ത തരത്തിലുള്ള ഇയാൾ അയച്ച ഈ കമൻറ്റുകൾ ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ടും പിന്നെയും ഇയാൾക്ക് വേറെ ഒരു പണിയില്ലെന്ന് തോന്നുന്നു. ഇയാൾ എൻ്റെ ചാനലിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇയാൾക്ക് എന്തിൻ്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എത്രയെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ വന്ന് ഇങ്ങനെ കരയുന്നത് മുഴുവനും ഡിലീറ്റ് ചെയ്യുന്നത്? മറ്റുള്ളവർ കണ്ടാൽ തന്നെ എന്ത് വിചാരിക്കുന്നുള്ള ഉളുപ്പുണ്ടോടോ തനിക്ക്? നാണമുണ്ടോ? എൻ്റെ ചാനലിൽ വന്നിട്ട് താനല്ലാതെ ആരും ഇതുപോലെ ഇത്രയും തെറികളൊന്നും വിളിക്കാറില്ല. സ്വാഭാവികമായിട്ടും ഒരു ചാനലൊക്കെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ മുന്നിൽ വന്നിട്ട് ചിലരൊക്കെ തെറി വിളിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. ഇതങ്ങനെയല്ല. ഇത് ഇയാളെ ആരോ കാശ് കൊടുത്ത് ഏർപ്പാടാക്കിയതുപോലെയാണ്. PR വർക്ക് ചെയ്യുന്നതാണ് ഇയാൾ കാണിക്കുന്നത്. ഇയാൾക്ക് എന്തിൻ്റെ കേടാണ്? എന്നിട്ട് ഇയാൾ പറയുകയാണ് കുടുംബജീവിതം ഉള്ളവർക്കൊന്നും യൂട്യൂബ് പണി പറ്റിയതല്ലെന്ന്. ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഈ വിവരദോഷിക്ക് 10 പൈസയുടെ വിവരമില്ലെന്നാണ് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് എല്ലാ കാര്യത്തിലും ആണുങ്ങൾക്ക് ഒപ്പം ഉണ്ടോ പെണ്ണുങ്ങൾ? യുദ്ധഭൂമിയിൽ താനൊരു കാര്യം ചെയ്യും, ഫോണിൽ യൂട്യൂബ് എടുത്തിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ കയറി താൻ സെർച്ച് ചെയ്ത് നോക്ക്. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിനെ കാക്കാനായിട്ട് നിൽക്കുന്ന ജവാന്മാരിൽ പെൺകുട്ടികൾ ഒരുപാടുണ്ട്. പാറ്റൻ ടാങ്ക് ഓടിക്കുന്നവർ വരെ. പെൺകുട്ടികൾ ഇന്ന് പണ്ടത്തെ കണക്കൊന്നും അല്ല. അവർക്ക് വിദ്യാഭ്യാസമുണ്ട്. ആണിനൊപ്പം തന്നെയാണ് പെണ്ണ്, അല്ലാതെ പെണ്ണ് പുറകിലോട്ടൊന്നും അല്ല. തൻ്റെയൊക്കെ സംസ്കാരം എന്താടോ? താൻ തൻ്റെ വീട്ടിൽ തൻ്റെ ഭാര്യയെ അടിച്ചൊതുക്കി ഒരു മൂലക്കിരുത്തിയിരിക്കുകയായിരിക്കും. അത് വെച്ചിട്ട് താൻ എൻ്റെ ചാനലിൽ വന്നിട്ട് ചൊറിയാൻ വരരുത് കേട്ടോ. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം. എന്നിട്ട് താൻ പറയുകയാണ് സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ഭർത്താവിന് കാണാനുള്ളതാണെന്ന്. ഞാൻ എന്താടാ എൻ്റെ സൗന്ദര്യം കൊണ്ട് ഞാൻ തൻ്റെ പുറകെ വന്നോ? വിവരം കേട്ടവനെ. ആവശ്യത്തിന് മതി കേട്ടോ.
ഞാൻ എൻ്റെ ചാനലിൽ എൻ്റെ വീഡിയോകൾ കാണുന്നവർക്കൊക്കെ അറിയാം. ഞാൻ എൻ്റെ ചാനലിൽ ഒരു ജാതിയും മതവും അതുപോലെ പാർട്ടിയും ഒന്നും കൊണ്ടുവരാറില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒന്നും കൊണ്ടുവരാറില്ല. ഞാൻ വീഡിയോ ചെയ്യുന്നു, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നെങ്കിൽ പോലും ഞാൻ ആരെയും ബോഡി ഷെയ്മിങ് പോലും ചെയ്യാറില്ല. ആ രീതി എനിക്ക് തോന്നുന്നു പലരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് മാന്യമായ രീതിയിൽ ചെയ്യുന്നത് ഞാൻ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പലരുടെയും റിയാക്ഷൻ വീഡിയോ ചാനലുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ വാച്ച് ചെയ്തതിന് ശേഷം തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതും. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോഴത്തേക്ക് ഇങ്ങനെ വെറുതെ എൻ്റെ പിന്നാലെ നടന്ന് കരയുകയാണ് ഇയാൾ. മദ്രസ വിദ്യാഭ്യാസം മാത്രം പോരാ സഹോദര, സ്കൂളിൽ കൂടി പഠിക്കണം. ഒരുപക്ഷെ തനിക്ക് ഒരുപാട് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഒരു കാര്യം ബോധ്യമാണ്, താൻ തൻ്റെ ഭാര്യയെ തൻ്റെ വീട്ടിൽ അടിമയാക്കി വെച്ചിരിക്കുകയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ താൻ എന്തിനാ എൻ്റെ ചാനലിൽ വന്നിട്ട് എൻ്റെ വീഡിയോ കൊള്ളില്ലെങ്കിൽ നിൻ്റെ വീഡിയോ കൊള്ളില്ല, അല്ലെങ്കിൽ എടി നിൻ്റെ വീഡിയോ കൊള്ളില്ല, പിന്നെ നിൻ്റെ വീഡിയോ കൊള്ളില്ല, താൻ ഇങ്ങനെയൊന്നും വീഡിയോ ചെയ്യരുത്, അങ്ങനെയൊക്കെ തനിക്ക് പറയാം. അല്ലെങ്കിൽ പറയാം, ഡേയ് നിൻ്റെ വീഡിയോ കൊള്ളില്ല, നീ ഇതൊക്കെ എന്താ, നീ ഈ ലോകത്തൊന്നും അല്ലേടി ജീവിക്കുന്നത്, ഇതൊക്കെ എന്ത് മോശം എന്നൊക്കെ പറഞ്ഞ് നീ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഞാനതിൽ ഒന്നും പ്രതികരിക്കില്ല. അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അതിനു വേണ്ടിയിട്ടല്ലേ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. ഇതങ്ങനെയല്ലല്ലോ. എന്താ നിൻ്റെ സൗന്ദര്യം നിൻ്റെ ഭർത്താവ് മാത്രമേ കാണാവുള്ളെന്ന്, ഭാര്യയുടെ സൗന്ദര്യം ഭർത്താവാണ് കാണേണ്ടതെന്ന് നിന്നോട് പറഞ്ഞോ എൻ്റെ സൗന്ദര്യം വന്ന് നോക്കാൻ? ഞാൻ എത്ര സുന്ദരിയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലേ തന്നെ ഞാൻ നിൻ്റെ പിന്നാലെ വന്നോ? ഇതൊരു ചാനലാണ്. ഇതിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പലരും കാണും. മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ഈ കഴുത്തിൻ്റെ അവിടം വരെയുള്ള ഭാഗമല്ലാതെ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ട് പോലുമല്ല വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് തന്നെ പോലുള്ള ദരിദ്രവാസികൾ എന്തുവാടോ? എന്നിട്ട് ഒരെണ്ണത്തിൽ ഇപ്പം പറയുവാണ്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഞാൻ പറയുന്നില്ല. പറയാത്ത കാര്യം എന്ന് വെച്ചാൽ ഇത് എൻ്റെ മക്കളൊക്കെ കൂടി കാണുന്നതാണ്. ഇവനെ പോലുള്ള കഴിവുകെട്ടവന്മാർക്ക്, നാണം കെട്ട ജന്മങ്ങൾക്ക് വിവരമില്ലായിരിക്കും. അതുകൊണ്ട് ഇവനൊക്കെ ഇങ്ങനെയൊക്കെ പലതും വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും, കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇവൻ്റെ ഫ്രസ്ട്രേഷനായി ഇവൻ ഇങ്ങനെ പറഞ്ഞു തീർക്കുന്നത്. അതിന് നിനക്ക് എൻ്റെ ചാനലിൽ കിട്ടിയോളാടാ വൃത്തികെട്ടവനെ. എത്രയോ പെണ്ണുങ്ങളുടെ ചാനലുകളുണ്ട്. ഇമാതിരി രീതിയിലൊക്കെ താൻ ആഗ്രഹിക്കുന്ന പോലുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നവരുടെയൊക്കെ ചാനലുകളുണ്ട്. അവിടെയൊക്കെ പോയി കിടന്ന് കരയടാ മാക്രി, നീ എൻ്റെ പിന്നാലെ നടക്കാതെ. അല്ലെങ്കിൽ തന്നെ ഇവൻ എന്തിനാ എൻ്റെ ചാനലിൻ്റെ പിന്നാലെ നടന്ന് അലയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് മുഴുവനും സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ഇടണമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതും ചെയ്യാത്തതും എൻ്റെ ഇഷ്ടം. പക്ഷേ ഒരാൾ ഒരു വീഡിയോയിൽ 1, 2, 3, 5 കമൻറ്റ് വരെ ഇടും, ഓക്കെ, സമ്മതിക്കുന്നു. ഇത് വെറുതെ തെറി വെറുതെ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് എൻ്റെ മടുത്തു ഞാൻ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഇവൻ എന്തിൻ്റെ കേടാണ്, ഇവൻ എന്തിൻ്റെ കുത്തിക്കഴപ്പാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മോനെ അമ്മ വീഡിയോ ചെയ്യാടാ. എൻ്റെ മകൻ അവൻ കേൾക്കണ്ട അവൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ ഇത്ര ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ. കാക്കാമാരൊക്കെ ഏതൊക്കെയിടളവുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഉള്ള പെണ്ണുങ്ങളെ ചെന്ന് ഇങ്ങനെയുള്ള തെറികളൊക്കെ വിളിച്ചാൽ മതി. കാക്കാമാരെന്ന് പറഞ്ഞെങ്കിലും ഈ ഇട്ട 1, 2 അവന്മാരുണ്ട്. പേര് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ. അവന്മാർ മാത്രമാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നോട് വളരെ മോശമായ രീതിയിൽ കമൻ്റ് ഇടുന്ന ആ തെണ്ടികളോട് മാത്രമാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അല്ലാതെ ഒരു ജനതയെ മുഴുവനും അധിക്ഷേപിച്ചല്ല. അങ്ങനെ ഒരിക്കലും എൻ്റെ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അങ്ങനെ പറയുന്ന ആളല്ല. അതെന്നെ അറിയാവുന്ന ആളുകൾക്കൊക്കെ അതറിയാൻ പറ്റും. പക്ഷേ ഇവനോടൊക്കെ ഇങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ പറ്റില്ല. കാരണം ഞാൻ ഒരുപാട് വീഡിയോകൾ റിമൂവ് ചെയ്ത് മടുത്തു. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഇവൻ ഇത്രയും നാൾ എവിടെ പോയി കിടന്നോ എന്തോ, ഇന്നാണ് എൻ്റെ ചാനലിൽ ഞാൻ ഇവനെ കാണുന്നത്.
ഇങ്ങനെ ചുമ്മാതിരുന്ന് തച്ചിനിരുന്ന് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവൻ പറയുന്നത് യൂട്യൂബ് ചാനൽ മര്യാദയ്ക്ക് കുടുംബജീവിതം നയിക്കുന്ന സ്ത്രീകൾക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ലെന്ന്. ഇവൻ എന്താണ് യൂട്യൂബർമാരെ കുറിച്ച് ഇവൻ എന്താണ് ധരിച്ചു വച്ചിരിക്കുന്നത്? മോശ സ്ത്രീകളാണെന്നാണോ? എടോ, വീട്ടിനുള്ളിൽ താൻ മനസ്സിലാക്കിക്കോ, വീട്ടിനുള്ളിൽ ചിട്ടയോടുകൂടി നോക്കി പർദ്ദ ഇട്ട് ഒളിപ്പിച്ച് വെച്ചാലും ചാടിപ്പോവാനുള്ളവർ പോവും. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ ഇഷ്ടം പോലെ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ട് നമ്മൾ ടി വിയിൽ. പിന്നെ വീട്ടിനുള്ളിൽ കുങ്കുമ കുറിയിട്ട് സിന്ദൂര പൊട്ടിട്ടിരിക്കുന്നവരും പോവണം എന്നുണ്ടെങ്കിൽ ചാടിപ്പോവും. അത് കൊന്തയും ചട്ടയും മുണ്ടും ഉടുത്തിരിക്കുന്ന അമ്മച്ചിമാരാണെങ്കിലും അവർക്ക് ചാടി പോകണമെന്ന് തോന്നി അവർ പോവുക തന്നെ ചെയ്യും. കേട്ടോ? യൂട്യൂബ് ചാനലുള്ളവർക്ക്, കുടുംബജീവിതമുള്ളവർക്ക് പറ്റിയ പണിയല്ല യൂട്യൂബ് ചാനലെന്ന്. ഇവനിത് എവിടെ നിന്നാണ് ഇപ്പം ഇറക്കുമതി ചെയ്തത് ഇവനെ? പിന്നെ പറയണേ നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ ഭർത്താവിന് മാത്രം കാണാനുള്ളതാണെന്ന്. എടോ, ഇതൊക്കെ നിൻ്റെയൊക്കെ മണ്ടൻ ചിന്താഗതികളാണ്. തനിക്കൊക്കെ 10 പൈസയുടെ വിവരമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടുന്നത്. എടോ, എൻ്റെ ഭർത്താവിനില്ലാത്ത എന്ത് പ്രശ്നമാണ് തനിക്ക്? എടോ, ഞാൻ ഈ യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ടെങ്കിലും എൻ്റെ ഭർത്താവ് കൊണ്ടുവരുന്ന അന്നമാണ് ഞാൻ കഴിക്കുന്നത്. എൻ്റെ അച്ഛനും ഭർത്താവും എനിക്ക് തടിമിടുക്കുള്ള ആങ്ങളമാരും ഉണ്ട്. മനസ്സിലായില്ലേ? അല്ലാതെ ഞാൻ ഒറ്റത്തടിയൊന്നുമല്ല. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരു കുടുംബത്തിലുള്ള ഒരു വ്യക്തിയേ അല്ല ഞാൻ. എല്ലാവരും ഉള്ള കുടുംബത്തിലുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. അങ്ങനെ വല്ല ചിന്തകളും ഉണ്ടെങ്കിൽ ഇങ്ങ് മാറ്റിയേരെ. ഇപ്പോഴേ കാലമൊക്കെ മാറി. ഇങ്ങനെ ബാഡ് കമൻറ്റുകൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇടുന്നവരൊക്കെ എതിരെ കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. അറിഞ്ഞുകൂടെങ്കിൽ അറിയാവുന്നവരടുത്ത് മുമ്പ് ഒന്ന് തിരക്കി നോക്ക്. മനസ്സിലായില്ലേ? അതിന് പരാതിപ്പെടാനും അതിനൊക്കെയുള്ള വഴിയുണ്ട്. കാരണം എൻ്റെ വീഡിയോ ഏത് കോടതി പരിശോധിച്ച് നോക്കിയാലും എൻ്റെ വീഡിയോയിൽ മറ്റൊരാളെ പറ്റിയും ബോഡി ഷേമിങ് ചെയ്തിട്ടില്ല. ഞാനൊരു മതത്തെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ ഒരു വ്യക്തിയെ പോലും അധിക്ഷേപിച്ച് ഞാൻ വീഡിയോ ചെയ്യാറില്ല. ഈ പറയുന്ന സ്ത്രീകളെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ഒരു സ്ത്രീകളെ പോലും പേര് പച്ചയ്ക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ അവരുടെ ബോഡി ഷേമിങ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കേണ്ടത്? ഈ നാറി ചുമ്മാതെ എൻ്റെ പിന്നാലെ നടന്ന് എൻ്റെ ചാനലിൽ കയറി വെറുതെ തെറിയിടുകയാണ്. വെറുതെ. ഇപ്പം ഞാൻ ഇതിനകത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഇയാളെ പ്രൊഫൈലും പേരും നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഞാൻ ഇതിലെടുത്ത് വച്ചിട്ടുണ്ട്. എല്ലാമൊന്നുമില്ല. ഇയാളിട്ട ശുദ്ധ പോക്കൃത്തരങ്ങൾ മുഴുവനും ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ കാക്ക എന്തിനാണോ എന്തോ കയറി ഇങ്ങനെ കിടന്ന് നിരങ്ങുന്നത്? ഈ വൃത്തികെട്ടവൻ. ഇവനെ അങ്ങനെ തന്നെ വിളിക്കണം. ഈ പ്രൊഫൈലൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ആളാരാണെന്ന്. ഇയാളെ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇയാളെ ഒന്ന് മനസ്സിലാക്കട്ടെ. ദേ, തൻ്റെ കുത്തിക്കഴപ്പും കൊണ്ട് താൻ എൻ്റെ ചാനലിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നിൽക്കരുത്. ഞാൻ മാന്യമായ രീതിയിലാണ് തന്നോട് ഇത്രയും നേരം സംസാരിച്ചത്. പിന്നെ തൻ്റെ പാഠങ്ങളൊക്കെ പഠിപ്പിക്കുന്ന തൻ്റെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറഞ്ഞാൽ മതി. താൻ എന്നെ ഇങ്ങോട്ട് കയറി ചൊറിയാനായിട്ട് വരണ്ട. അങ്ങനെ വരാനായിട്ട് നോക്കിയാൽ എൻ്റെ പൊന്നു കാക്ക ഞാൻ മാന്തി പറിച്ചങ്ങ് വിടും. പറഞ്ഞേക്കാം. നിങ്ങൾ കണ്ടോ ഈ മഹത് വ്യക്തി? എന്നിട്ട് ഇയാൾക്ക് ഭയങ്കര വിഷമം. ഇയാൾ പറയാണ്, ഞാൻ കുറച്ച് ലേഡീസിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അവരങ്ങനെ ജീവിക്കുന്നതിന് നിനക്കെന്താണ്? നീ ഇപ്പോൾ കുറേ നാളിങ്ങനെ ജീവിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയുന്നില്ലത് അതൊക്കെ കാണിച്ച് ഞാൻ ജീവിക്കും എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഇതൊക്കെ ഞാൻ അപ്പം തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞു. അല്ലെങ്കിൽ അതിപ്പോൾ ഞാൻ ഇതിനകത്തിട്ട് ഇവനെ നാണം കെടുത്തിയാനെ. പക്ഷേ എന്നിട്ട് ഞാൻ എടുത്ത് ഇടാത്തത് അതൊന്നും റിമൂവ് ചെയ്ത് കളഞ്ഞു. വളരെയധികം മോശമായ രീതിയിൽ. ഞാൻ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാൻ. എനിക്കൊരു കുടുംബമുണ്ട്, എനിക്ക് കുട്ടികളുണ്ട്, എനിക്ക് ഭർത്താവുണ്ട്. എൻ്റെ ഭർത്താവ് കാണാൻ നല്ല സുന്ദരനാണ്. എൻ്റെ ഭർത്താവിനെ കാണാൻ നല്ല വെളുത്ത് നല്ല ഉയരമുള്ള നല്ല സുന്ദരനാണ് എൻ്റെ ഭർത്താവ്. പിന്നെ താൻ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ആവശ്യമില്ലാതെ സംസാരിക്കുന്നത്? ഒരുപാട് ഒരാളെ വെറുതെ ഇങ്ങനെ പിന്നാലെ അലയുന്നത് എന്തിനാണ് എൻ്റെ പിറകെ? മനസ്സിലാവുന്നില്ല എനിക്ക്. അതുപോലെ
അതുപോലെ തന്നെ ഇങ്ങനെ എന്തൊക്കെയാണ് പറയുന്നതെന്നറിയാമോ? ഞാൻ ജസ്ന സലീമിനെ ഇയാൾ ഇട്ടൊരു കമൻറ്റാണ്, അതൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞുപോയി. ഞാൻ ജസ്ന സലീമിനെ പറ്റി കുറേ വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് കുറേ കയ്യടി കിട്ടി, എനിക്ക് കുറേ പണം കിട്ടി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ ഓരോരോ തരങ്ങളും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നതെന്ന്. ഇവനൊക്കെ പേടി ഞാൻ ഈ പറയുന്ന പെണ്ണുങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ എങ്ങാനും അവരുടെ യൂട്യൂബ് ചാനൽ പൂട്ടി പോവുമോ? പോവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പോവുമോ? അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എങ്ങനെ ഇതൊക്കെ ഒന്ന് കാണും എന്നൊക്കെയാണ്. എന്നിട്ട് ഈ വൃത്തികെട്ട ശവം ഉണ്ടല്ലോ, ഈ ശവം പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ഒരു സ്ത്രീയുടെ ലൈവിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, മെമ്പർഷിപ്പ് ലൈവുള്ള അവരുടെ വീഡിയോ കയറി 1 മണി തൊട്ട് ഞാൻ ലൈവ് കാണണം പോലും. ലൈവ് കണ്ടിട്ട് അവർക്കുള്ള അവയവങ്ങളെയൊക്കെ പറ്റി ഈ വൃത്തികെട്ട ഈ വികൃത മനസ്സിനുടമയായ ഇവൻ വർണ്ണിക്കുന്നു എൻ്റെ അടുത്ത്. ഈ ശവത്തിന് എന്താ പറയുന്നത്? പള്ളിയിൽ ബാങ്ക് വിളി കേൾക്കുന്നു. ഈ ശവത്തിനെ പറ്റി ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്നുള്ളത് ആ പടച്ച തമ്പുരാൻ കേട്ടോണ്ടിരിക്കുകയാണ്. കൂടുതലൊന്നും ഞാൻ ഇനി പറയുന്നില്ല. ആ കമൻറ്റുകൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നതൊക്കെ ഈ വൃത്തികെട്ടവനിട്ട മാന്യമായ കമൻറ്റുകളാണ്. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് തന്നെ ഈ വൃത്തികെട്ടവും വീണ്ടും കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടാവും. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, അതായത് ഞാൻ ആ കക്ഷം കാണിക്കുന്ന ആ ലേഡിയുടെ വീഡിയോ ഇട്ടതിന് ശേഷം ഈ വൃത്തികെട്ടവന് കുരു പൊട്ടി ഒലിക്കുകയാണ്. അപ്പം തൊട്ട് ഇവൻ ഇങ്ങനെ കമൻറ്റുകൾ ഇങ്ങനെ കുത്തിയിരുന്നിടുകയാണ്. ഇവന് വേറെ ഒരു ചൊരപ്പും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എടാ, നിനക്ക് നല്ല വൃത്തിയായിട്ട് കുരു പൊട്ടുന്നുണ്ടെങ്കിലുണ്ടല്ലോ, കയ്യിൽ പൈസ ഇല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ ചെന്നാലും മതി, കുറച്ച് ബീറ്റാഡിനും പഞ്ഞിയും വാങ്ങിച്ച് നീ നല്ലപോലെ അങ്ങ് തുടച്ച് കളഞ്ഞേരാ. അല്ലെങ്കിലേ നിനക്ക് 8ൻ്റെ പണി ഞാൻ തരും. പടച്ച തമ്പുരാനെ നീ വിശ്വസിക്കുന്നുണ്ടല്ലോ, നിൻ്റെ വർത്തമാനത്തിലുണ്ട്. നീ ഈ പറയുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ആ തമ്പുരാനുണ്ടല്ലോ. ഞാൻ എല്ലാ ദൈവങ്ങളിലും വിശ്വസിക്കുന്ന ആളാണ്. അങ്ങേരത് കേട്ടും കണ്ടും ഒക്കെ അദ്ദേഹം നിൽക്കുകയാണ്. പള്ളിയിൽ ബാങ്ക് വിളി കേൾക്കുകയാണ്. നീ പറഞ്ഞ ഈ തോന്നിയാസങ്ങൾക്കൊക്കെ നിനക്ക് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. അതിനുവേണ്ടി നീ കരുതിയിരുന്നോ? ഈശ്വരൻ തരും, അത്ര തന്നെ. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. ഏത് മതങ്ങളെയും ശ്രേഷ്ഠമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിൻ്റെ തമ്പുരാൻ തന്നെ നിനക്ക് വേണമെന്ന് ശിക്ഷ തന്നോളും. അത്രയേ ഉള്ളൂ.